In this lecture, we will discuss about the properties of CTFS, that is Continuous Time Fourier Series. So, we previous lecture പഠിച്ചിരുന്നു Continuous Time Fourier Series in different forms, അതായത് Trigonometric Fourier Series, Exponential Fourier Series, Cosine Fourier Series. അപ്പം ഇതെല്ലാം ഈ ഒരു CTFSൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് നമ്മൾ പറഞ്ഞു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ നോട്ട് ടി, വേർ എക്സ് എൻ ഈസ് ദ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ് and xn is equal to 1 by t integral 0 to t x of t e raised to minus j n omega naught t dt. So ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ എക്സ് എൻ എന്ന് പറയുന്നത് ഈ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻ്റെ ഇക്വേഷനാണ്. സോ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ നമ്മൾ രണ്ട് പീരിയോഡിക് സിഗ്നൽസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടി ആണ്. സോ എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ടു പീരിയോഡിക് സിഗ്നൽസ് വിത്ത് പീരീഡ് ക്യാപിറ്റൽ ടി ആൻഡ് ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ് ഡിനോട്ടഡ് ബൈ എക്സ് എൻ ആൻഡ് വൈ എൻ. സോ എക്സ് ഓഫ് ടിയുടെ കോഎഫിഷ്യൻ്റ് എക്സ് എൻ ആണ്, വൈ ഓഫ് ടിയുടെ കോഎഫിഷ്യൻ്റ് വൈ എൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് ഓഫ് ടി ഇഫ് എക്സ് ഓഫ് ടി കോഎഫിഷ്യൻ്റ് ഈസ് എക്സ് എൻ ആൻഡ് വൈ ഓഫ് ടി, സോ ആൻഡ് വൈ ഓഫ് ടി കോഎഫിഷ്യൻ്റ് ഈസ് വൈ എൻ. സോ നമുക്ക് രണ്ട് പീരിയോഡിക് സിഗ്നൽസ് വേണം ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ. സോ എക്സ് ഓഫ് ടിയുടെ കോഎഫിഷ്യൻ്റ് എക്സ് എൻ ആൻഡ് വൈ ഓഫ് ടി കോഎഫിഷ്യൻ്റ് ഈസ് വൈ എൻ, ദെൻ എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു വൈ ഓഫ് ടി. ആ രണ്ട് പീരിയോഡിക് സിഗ്നൽസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണ്, എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ ആയിരിക്കും. സോ ഈ പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ദറ്റ് ഈസ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടിയുടെ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ ആണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ പ്രൂഫും നമുക്ക് പഠിക്കണം. സോ ഈ എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി നമ്മൾ പ്രൂഫ് ചെയ്യാൻ വേണ്ടി ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സിഗ്നലിനെ, ആ ലീനിയർ കോമ്പിനേഷൻ സിഗ്നലിനെ ഞാൻ ഇസഡ് ഓഫ് ടി എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ ലെറ്റ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇസഡ് ഓഫ് ടിയുടെ കോഎഫിഷ്യൻറ്റ് നമുക്ക് എന്തായിട്ട് പ്രൂവ് ചെയ്യാം, ഇസഡ് എൻ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, വേർ ഇസഡ് എൻ ഈസ് എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ. സോ ഇസഡ് ഓഫ് ടിയുടെ കോഎഫിഷ്യൻറ്റ് ഇസഡ് എൻ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇസഡ് ഓഫ് ടിയുടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇസഡ് എൻ എന്ന് പറയുന്നത് എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ. അപ്പോൾ ഒരു പ്രൂഫിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇസഡ് ഓഫ് ടി ഇസഡ് എൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തത്. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ പ്രൂഫ്, സോ ഇസഡ് എന്നിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതുവാണ്. ഇസഡ് എൻ ഈസ് ഈക്വൽ ടു നമ്മൾ എക്സ് എന്നിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ ഇസഡ് എൻ ആണെങ്കിൽ 1 by t ഇൻ്റഗ്രൽ 0 to t z of t into e raised to minus j n omega naught t, zn into e raised to minus j n omega naught t. സോ ഇവിടെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷൻ എന്താണെന്ന് ഇവിടെ എക്സ് എന്നിന് പകരം ഞാൻ ഇസഡ് എൻ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത് കോഎഫിഷ്യൻറ്റിന്. സോ എക്സ് ഓഫ് ടിക്ക് പകരം ഇസഡ് ഓഫ് ടി വരും. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തു. ദെൻ ഇസഡ് ഓഫ് ടിക്ക് പകരം നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇസഡ് ഓഫ് ടിക്ക് പകരം 0 to t എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി. സോ ഇസഡ് ഓഫ് ടിക്ക് പകരം ഇസഡ് ഓഫ് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 by t ഇൻ്റഗ്രൽ 0 to t എ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി പ്ലസ് 1 by t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t ബി വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി.
സോ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇവിടെ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ എന് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1/2 0 to t x of t e raised to minus jn omega naught t dt എന്നാണ്. ഇതിനെ നമുക്ക് ഇൻവേഴ്സ് ഇക്വേഷൻ ഓഫ് പീരിയോഡിക് സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയാം. സോ അതിൻ്റെ നമുക്ക് എക്സ് എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എ കോൺസ്റ്റൻറ്റ് റിമൈനിങ് എക്സ് എൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിമിലർലി ഈ ഒരു എക്സ്പ്രഷനകത്ത് നമ്മൾ ബി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി റിമൈനിങ് ടേമിനെ വൈ എൻ ആയിട്ട് നമുക്ക് എഴുതാം. സോ എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ. സോ ഇസഡ് ഇൻ ഈസ് ഈക്വൽ ടു എ എക്സ് എൻ പ്ലസ് ബി വൈ എൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ എന്താണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? ഇഫ് എക്സ് ഓഫ് ടി കോഎഫിഷ്യൻറ്റ് എക്സ് എൻ. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഒരു പീരിയോഡിക് സിഗ്നൽ മതി. സോ എക്സ് ഓഫ് ടി കോഎഫിഷ്യൻറ്റ് എക്സ് എൻ ആണെങ്കിൽ ടൈം ഷിഫ്റ്റിംഗ്. സോ ടൈം ഷിഫ്റ്റിംഗ് മീൻസ് ടി മൈനസ് ടി നോട്ട്. ടി നോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ടി മൈനസ് ടി നോട്ട്, ടി മൈനസ് 2, ടി മൈനസ് 3 നമ്മൾ അല്ലെങ്കിൽ ടി പ്ലസ് 2, ടി പ്ലസ് 3 ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ടി നോട്ട്, ഒരു ടി നോട്ട് ഷിഫ്റ്റിംഗ് വരുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, അതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് പറയുന്നത്. എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് എക്സ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. സോ എക്സ് എൻ ഇൻറ്റു ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേം അവിടെ വരുന്നുണ്ട്, ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടിക്ക് പകരം ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി നോട്ട് ഷിഫ്റ്റിംഗ് വരുമ്പോൾ ഉള്ള കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ആണ്. സോ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്യാം. പ്രൂഫ്. സോ ഇതിൻ്റെയും പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിനെ നമ്മൾ നേരത്തെ ഇസഡ് ഓഫ് ടി എന്ന് കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ടിനെ ഞാൻ വൈ ഓഫ് ടി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ് വൈ ഓഫ് ടി. സോ നമുക്ക് വൈ ഓഫ് ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എന്താണ് കിട്ടേണ്ടത്? വൈ എൻ. സോ വൈ എൻ എക്സ് എൻ ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ടിനെ ഞാൻ വൈ എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ നമുക്ക് വൈ എന്നിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. വൈ എന്നിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രൽ 0 to t y of t e raised to minus j n omega naught t dt. So inverse Fourier series equation എഴുതി. then 1/t ഇൻ്റഗ്രൽ 0 t y of tക്ക് പകരം നമുക്ക് x of t minus t naught into e raised to minus j n omega naught t dt എന്ന് കൊടുക്കാം. സോ ഇങ്ങനെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ യൂഷ്വലി പ്രൂവ് ചെയ്യുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമും ലാപ്ലാസ് ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ പ്രൂഫിനും നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമുക്കിവിടെ പുട്ട് ടി മൈനസ് ടി നോട്ട്. സോ ടി മൈനസ് ടി നോട്ടിന് നമുക്ക് പി എന്നൊരു ലെറ്റർ കൊടുക്കാം. സോ ടി മൈനസ് ടി നോട്ട് പി ആണെങ്കിൽ ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡി പി എന്ന് വരും. സോ ആ ടി എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ പി വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ലിമിറ്റിന് വലിയ ചേഞ്ച് ഉണ്ടാവില്ല, കാരണം ടിക്ക് 0, ആസ് ടി ടെൻ ടു 0 ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇത് ടിയുടെ ലിമിറ്റാണ്, അതിനെ പിയിലോട്ട് മാറ്റണം. സോ ടി ടെൻസ് ടു 0 മീൻസ് പി വിൽ ടെൻസ് ടു മൈനസ് ടി നോട്ട്. ദെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ടിയുടെ വാല്യൂ ടിയിലേക്ക് പോവാണ്. സോ ആസ് ടി ടെൻസ് ടു ക്യാപിറ്റൽ ടി, ദെൻ പി വിൽ ടെൻസ് ടു ടി മൈനസ് ടി നോട്ട്. സോ മൈനസ് ടി നോട്ട് തൊട്ട് ടി മൈനസ് ടി നോട്ട് എന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എടുത്ത് നമുക്കറിയാം അത് 0 to ടിക്ക് ഈക്വലൻ്റ് ആണ്, കാരണം പീരിയോഡിക് സിഗ്നൽസ് ആണ്. സോ നമുക്ക് ലിമിറ്റ് എങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ല. സോ മൈനസ് ടി നോട്ട് ടു ടി മൈനസ് ടി നോട്ട് ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇൻറ്റു എക്സ് ഓഫ് പി. ടി മൈനസ് ടി നോട്ട് നമ്മൾ പി എന്നാണ് കൊടുത്തത്. സോ എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട്. ഇവിടെ ടി വരുന്നു, ടിയെ നമ്മൾ പിയിലോട്ട് മാറ്റണം. സോ ടിക്ക് പകരം നമുക്ക് പി പ്ലസ് ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ടിക്ക് പകരം നമുക്ക് ഡി പി എന്ന് കൊടുക്കാം. സോ ഈ ഇക്വേഷൻ ഫുൾ ഇപ്പോൾ പിയിലാണ്. സോ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 1/t. So this is minus t naught to
ടി മൈനസ് ടി നോട്ട്. സോ ഇതിൻ്റെ ഡിഫറൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്താൽ നമുക്ക് ടി ആണ് ടൈം പീരീഡ് വരുന്നത്. കാരണം അതൊരു പീരിയോഡിക് സിഗ്നൽ ആയതുകൊണ്ട് ലിമിറ്റ് എങ്ങനെ വന്നാലും നമുക്ക് അത് പ്രശ്നമില്ല. സോ എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ട് ഡി പി. സോ ഇതൊരു പിയിലുള്ള എക്സ്പ്രഷനാണ്. സോ ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ട് ഇൻറ്റു റിമൈനിങ് 1/t ഇൻ്റഗ്രൽ മൈനസ് ടി നോട്ട് ടു ടി മൈനസ് ടി നോട്ട് എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് പി ഡി പി. സോ ഇത് പിയിലുള്ളൊരു എക്സ്പ്രഷൻ ആണെങ്കിലും നമുക്കറിയാം ഇത് 0 to t ഈക്വലൻ്റ് ആണ്. ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതൊരു പിയിലുള്ള ഇക്വേഷനാണ്. സോ ഇത് ഇതിനെ നമുക്ക് എക്സ് എൻ എന്ന് തന്നെ കൊടുക്കാം. പിയിലാണ് ഇക്വേഷനേ ഉള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സോ ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി നോട്ട് ഇൻറ്റു എക്സ് എൻ. സോ ഇതാണ് നമുക്ക് വൈ എൻ കിട്ടുന്നത്. ഇതായിരുന്നു നമ്മുടെ പ്രൂഫ്. സോ വൈ എൻ ഇങ്ങനെ കിട്ടും. സോ ദിസ് ഇസ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. സോ ടൈം ഷിഫ്റ്റിംഗ് പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഷിഫ്റ്റിങ്ങും പഠിക്കണം. So frequency shifting, next property. Frequency shifting means if x of t coefficient is xn, then frequency shifting ഇപ്പോൾ ആ ഒരു ഫൊറിയർ സീരീസിൻ്റെ കോഎഫിഷ്യൻറ്റിനുണ്ടാവുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ. ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്നിനൊരു ഷിഫ്റ്റിംഗ് n മൈനസ് എം എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് വരുന്ന പ്രോപ്പർട്ടി. സോ നമുക്ക് നോക്കാം ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണെന്ന്, അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇതാണ് പ്രോപ്പർട്ടി. ഇഫ് എക്സ് ഓഫ് ടി എക്സ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ജെ എം ഒമേഗ നോട്ട് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് എം ആണ്. സോ നമ്മൾ ഈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ ഒരു ഈസി വേ ഉണ്ട്. നമ്മൾ ആ ഒരു ഇൻവേഴ്സ് ഇക്വേഷൻ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫ് എല്ലാം ചെയ്യുന്നത്. ഇൻവേഴ്സ് ഇക്വേഷൻ നമ്മളിങ്ങനെയാണ് പഠിച്ചത്. 1/t ഇൻ്റഗ്രൽ 0 to t എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി. നമ്മൾ നേരത്തെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ടേമാണ് നമ്മളവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ എക്സ് എൻ ഇൻറ്റു ഇ റേസ് ടു ജെ എൻ ഒമേഗ നോട്ട് ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി നോട്ട്. മൈനസ് ഇല്ല, ആ രീതിയിൽ നമുക്കത് ഓർത്ത് വെക്കാം. സിമിലർലി ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് വരുമ്പോഴും ഇവിടുത്തെ ആ ഒരു മൾട്ടിപ്ലൈങ് ടേം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേമാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി. അപ്പോൾ എൻ ഷിഫ്റ്റിംഗ് എൻ മൈനസ് എം ഷിഫ്റ്റിംഗ് വരാൻ ഇവിടെ നമ്മൾ എന്നിന് പകരം എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ആ ഒരു രീതിയിൽ നമുക്കത് ഓർത്ത് വെക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് മൈനസ് തന്നെയാണ്, ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടിക്ക് പകരം ടി നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആ മൾട്ടിപ്ലിക്കേഷൻ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ടൈം ഷിഫ്റ്റിങ്ങിനും ഇവിടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് വരുമ്പോൾ എൻ മൈനസ് എം ഷിഫ്റ്റിംഗ് വരാൻ നമ്മൾ ഇവിടെ ഈ ഒരു എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ടേമിനകത്ത് എന്നിന് പകരം എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഇ റേസ് ടു പ്ലസ് ജെ എം ഒമേഗ നോട്ട് ടി. സോ പ്രോപ്പർട്ടി ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. പ്രൂഫ് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ പ്രൂഫ് ഇതാണ്. സോ നമുക്കിതിനെ ഈ ഒരു പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമുക്ക് y ഓഫ് ടി എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് y ഓഫ് ടി ആൻഡ് y ഓഫ് ടിയുടെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും yn. സോ എക്സ് ഓഫ് എൻ മൈനസ് എം എന്നുള്ളത് yn ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ yn ഈസ് ഈക്വൽ ടു 1/t ഇൻ്റഗ്രൽ 0 to t y ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി. സോ 1/t ഇൻ്റഗ്രൽ 0 to t y ഓഫ് ടിക്ക് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ എം ഒമേഗ നോട്ട് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി. സോ രണ്ട് എക്സ്പോണൻഷ്യൽ ടേം വന്നു. 1/t ഇൻ്റഗ്രൽ 0 to t എക്സ് ഓഫ് ടി ഇൻറ്റു സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആ രീതിയിൽ നമുക്ക് എഴുതാം.
സോ ഇ റേസ് ടു മൈനസ് ജെ, ഞാൻ ഇ റേസ് ടു മൈനസ് ജെ കോമൺ എടുത്തു. മൈനസ് ജെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് എം ഒമേഗ നോട്ട് ടി ഡി ടി. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് വെറും ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ആണെങ്കിൽ ഇതിനെ എക്സ് എൻ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എൻ മൈനസ് എം എന്നാണ് വന്നിരിക്കുന്നത്. സോ നമുക്കിതിനെ എക്സ് ഓഫ് എൻ മൈനസ് എം എന്ന് എഴുതാം. സോ ഇങ്ങനെയാണ് നമ്മൾ, സോ വൈൻ്റെ വാല്യൂ നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് എം എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ നെക്സ്റ്റ് ഈസ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. സോ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഓഫ് ടി കോഎഫിഷ്യൻ്റ് ഈസ് എക്സ് എൻ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ ആയിരിക്കണം. എല്ലാ കേസസിലും പീരിയോഡിക് സിഗ്നൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. സോ എക്സ് ഓഫ് ടി കോഎഫിഷ്യൻ്റ് എക്സ് എൻ, ദെൻ എക്സ് ഓഫ് മൈനസ് ടി കോഎഫിഷ്യൻ്റ് ഈസ് എക്സ് ഓഫ് മൈനസ് എൻ. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ ഇവിടെ നമ്മളിതിനെ വൈ ഓഫ് ടി എന്ന് കൊടുത്തു, എക്സ് ഓഫ് മൈനസ് ടി വൈ ഓഫ് ടി, ദെൻ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? വൈ എൻ ആയിരിക്കും. സോ എഗെയിൻ വൈ എൻ ഈസ് ഈക്വൽ ടു 1 by t integral 0 to t y of t e raised to minus jn omega naught t dt. Then ഇവിടെ നമുക്ക് എക്സ് ഓഫ് മൈനസ് ടി എന്നാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 0 to t എക്സ് ഓഫ് മൈനസ് ടി e raised to minus jn omega naught t dt. Then put x of minus t is equal to, then put minus t is equal to, നമ്മൾ t minus t നോട്ടിന് p എന്ന് കൊടുത്ത പോലെ ഇവിടെ മൈനസ് ടിക്ക് നമുക്ക് p കൊടുക്കാം. സോ മൈനസ് ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എന്ന് വരും. സോ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 by t, ലിമിറ്റ് ടിക്ക് 0 കൊടുക്കുന്നു, 0, ടിക്ക് ടി കൊടുക്കുമ്പോൾ മൈനസ് ടി എന്നാണ് വരുന്നത്. സോ 0 to മൈനസ് ടി. സോ 0 to ടിയെ നമ്മൾ ടിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതിനെ പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് ആദ്യം 0 കൊടുക്കുക. സോ പി 0 ആവും. ടിക്ക് ദെൻ ടി കൊടുക്കുമ്പോൾ പിയുടെ വാല്യൂ മൈനസ് ടി ആവും. സോ 0 to മൈനസ് ടി എക്സ് ഓഫ് പി എന്ന് വരും. ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട്, ടിക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ് പി, ഡി ടിക്ക് പകരം മൈനസ് ഡി പി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ഈ മൈനസ് നമുക്ക് കളയാൻ വേണ്ടി നമ്മളിവിടെ 0 to മൈനസ് ടി എന്നുള്ളത് നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്ത് എഴുതാം. സോ 1 by t ഇൻ്റഗ്രൽ എക്സ് ഓഫ് പി. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മൈനസും നമുക്ക് പ്ലസ് ആവും. സോ ഞാൻ ആ മൈനസ് ജെ ഇവിടെ ഞാൻ മൈനസ് എൻ, ആ മൈനസ് പിയുടെ മൈനസ് ഞാൻ എന്നിന് കൊടുക്കുന്നു. ദെൻ ഒമേഗ നോട്ട് പി ഡി പി. സോ ഈ മൈനസ് കളയാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രൽ മൈനസ് ടി മുതൽ 0 വരെയാക്കി. സോ ആ ഇൻ്റഗ്രൽ ഒന്ന് റിവേഴ്സ് ചെയ്തു. മൈനസ് ടി മുതൽ 0 എന്ന് പറയുന്നതും 0 മുതൽ, കാരണം പീരിയോഡിക് സിഗ്നൽസ് ആയതുകൊണ്ട് ലിമിറ്റ് മൈനസ് ടി ടു 0. സോ ഇത് 0 to മൈനസ് ടി എന്ന് പറയുന്നത് ശരിക്കും അതൊരു റോങ് മെത്തേഡാണ്. സോ നമ്മൾ ആ മൈനസ് കൺസിഡർ ചെയ്തിട്ട് മൈനസ് ടി ടു 0, മൈനസ് ടി ടു 0, 0 to ടി, ഇതെല്ലാം പീരിയോഡിക് ആ ഒരു ടി ടൈം പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ മൈനസ് കളയാൻ വേണ്ടി ഞാൻ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്തു. സോ നമുക്കിവിടെ കിട്ടുന്നത് 1 by t ഇൻറ്റു ഇങ്ങനൊരു ഇക്വേഷനാണ്. ഇവിടെ മൈനസ് ഇല്ലായിരുന്നെങ്കിൽ, മൈനസ് എൻ എന്നുള്ള ആ മൈനസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സ് എൻ എന്ന് എഴുതായിരുന്നു. ഇതിപ്പം എന്താണ്? എക്സ് ഓഫ് മൈനസ് എൻ ആണ്. ലിമിറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം മൈനസ് ടി ടു 0 ആയാലും. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ജനറലായിട്ട് നമ്മൾ T0 to T0 പ്ലസ് ടി, ഇവിടെ ആ ഒരു ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എപ്പോഴും ടി ആയിരിക്കും. സോ ആ ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത്, കാരണം പീരിയോഡിക് സിഗ്നൽസിന് ലിമിറ്റ് എങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ല. സോ ഇവിടെ മൈനസ് ടി ടു 0, 0 to മൈനസ് ടി എന്ന് പറയുന്നത് റോങ് ആണ്. 0 to മൈനസ് ടി എന്ന് പറയുമ്പോൾ അത് റോങ് ആണ്. അത് ഞാൻ റിവേഴ്സ് ചെയ്ത് ഈ മൈനസ് കൂടെ കൺസിഡർ ചെയ്തിട്ട് മൈനസ് ടി ടു 0, ദാറ്റ് ഈസ് സെയിം ആസ് 0 to ടി. സോ നമുക്ക് ഇതിനെ എക്സ് ഓഫ് മൈനസ് എൻ എന്ന് എഴുതാം. സോ ഈ രീതിയിലാണ്
ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ടത്. സോ yn-ൻ്റെ വാല്യൂ എക്സ് ഓഫ് മൈനസ് n ആയിട്ട് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ കൺവല്യൂഷൻ, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.